ബഹ്റിനിലും ചെന്ന് അടിയുണ്ടാക്കിയിരിക്കുകയാണ് പിണറായി വിജയൻ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തിനാണ് ബഹ്റിനിൽ ചെന്ന് അടിയുണ്ടാക്കുന്നതെന്ന്. മുഖ്യമന്ത്രിക്ക് എവിടെ പോയാലും മുഖ്യമന്ത്രിക്ക് മാത്രം അറ്റൻഷൻ കിട്ടണം എന്നുള്ളതാണ് പിണറായി വിജയന്റെ ഒരു പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. എൻ്റെ തല, എൻ്റെ ഫുൾ ഫിഗർ അങ്ങനെ ആയിരിക്കണം എല്ലായിടത്തും. അതിന് ലോകത്ത് എവിടെ ചെന്നാലും പിണറായി വിജയൻ ബഹ്റിലേക്ക് പോകുന്ന സമയത്ത് തന്നെ അവിടുത്തെ പ്രവാസികളായ ചില സംഘടനകളിലുള്ള നേതാക്കളടക്കം പ്രവാസികളടക്കം പറഞ്ഞു, ഇങ്ങോട്ടേക്ക് തെണ്ടാൻ വരണ്ട, ഞങ്ങൾ തൽക്കാലം തരുന്നില്ല. 2017 പറഞ്ഞ വാഗ്ദാനങ്ങൾ നടത്താത്ത ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ തെണ്ടാനായി ഇങ്ങോട്ട് കയറി വരും. തൽക്കാലം ആ തെണ്ടലിന് നിന്ന് തരാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് ബഹ്റിലെ പ്രവാസികൾ മുഴുവൻ ഒന്നടങ്കം പറഞ്ഞത്. മുഖ്യമന്ത്രി ബഹ്റിനിലേക്ക് പ്രവാസികളുടെ ക്ഷേമം അന്വേഷിക്കാനാണോ, AKG സെന്ററിന്റെ വല്ല പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോയതാണോ എന്ന് വരെ നമുക്ക് സംശയം തോന്നും. എന്തായാലും യൂസഫ് അലിക്കൊക്കെ ഉണ്ട്. കാരണം പ്രവാസി എന്ന് പറയുമ്പോൾ ആകെ വരുന്നത് രവി പിള്ള, യൂസഫ് അലിയും ഒക്കെ ആണല്ലോ. ഈ വയറ് മുറുക്കി ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടി, ഭക്ഷണം പോലും നേരെ ചൊവ്വെ കഴിക്കാതെ കുടുംബത്തിന് വേണ്ടി മിച്ചം പിടിച്ചു വെച്ച് തുക അയക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെയാണ് നമ്മൾ പ്രവാസികൾ എന്ന് പറയുന്നത്. അല്ലാതെ പണത്തിന്റെ മീതെ കിടന്ന് അർമാദിക്കുന്നവരെയല്ല നമ്മൾ പ്രവാസികൾ എന്ന് പറയുന്നത്. ഇവരാണ് പ്രവാസികൾ. അപ്പൊ യഥാർത്ഥ പ്രവാസികൾ പറയുന്നത്, തൽക്കാലം പിണറായി വിജയൻ ഇങ്ങോട്ടേക്ക് വരണ്ട, വന്നാലും ഞങ്ങൾക്ക് പിണറായി വിജയനോട് ഒന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല സംഘടനകളടക്കം അവർ ഈ പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അത് മാത്രമല്ല, ബഹ്റിനിൽ മുഴുവൻ മുഖ്യമന്ത്രിയുടെ കട്ടൗട്ടാണ്. അതായത് വലിയ ഒരു ഇതുവരെ GCC ഗൾഫ് രാജ്യം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഫോട്ടോയാണ് ഗൾഫ് രാജ്യങ്ങളിൽ ബഹ്റിനിൽ മുഖ്യമന്ത്രി എത്തുന്നതിന് മുൻപ് ബഹ്റിനിലെ മുഖ്യമന്ത്രിയുടെ കേരള സമാജ പരിപാടി അവതരിപ്പിക്കുന്ന സ്റ്റേജിന് മുന്നിൽ വച്ചിരിക്കുന്നത് വലിയ പിണറായിയുടെ കട്ടൗട്ടുകളാണ്. ഇത് കാണുമ്പോൾ പല പ്രവാസികളും പറയുന്നത്, ഞങ്ങളുടെ പണം കട്ട് തിന്നാൻ വീണ്ടും വരികയാണ് എന്നുള്ള രീതിയിലാണ് അവർ ഓരോരുത്തരും സംസാരിക്കുന്നത്. അപ്പോ ഇത്തരത്തിൽ പിണറായി വിജയനെ വലിയ തിരിച്ചടികളാണ് ബഹ്റിനിൽ നിന്ന് ലഭിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് AKG സെന്ററിൽ നിന്ന് പോയ ഉത്തരവാണ് ബഹ്റിനിൽ എത്തുമ്പോൾ സദസ്സ് നിറഞ്ഞിരിക്കണം. അപ്പോൾ എന്തായാലും പ്രവാസികൾ കലിച്ച് നിൽക്കുന്നത് കാരണം സദസ്സ് നിറയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ബംഗാളികളെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ആശാവർക്കർമാർ സമരത്തിലാണ്, കുടുംബശ്രീയിലെ ചേച്ചിമാർ പോകത്തില്ല. അപ്പൊ അവരെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകളും ഉള്ളത് കൊണ്ട് അവിടെ ആരെങ്കിലും കിട്ടുമോ, പിന്നെ അവിടുത്തെ ഇടതുപക്ഷ പ്രവർത്തകരെ മുഴുവൻ, ഇടതുപക്ഷ പ്രവാസികളെ മുഴുവൻ, ഇടതുപക്ഷ അനുകൂല ഗ്രൂപ്പുകളെ മുഴുവൻ സദസ്സിൽ ഇരുത്തണം. ആ ഫുൾ നിറഞ്ഞ സദസ്സ്, മറ്റേ ടൈം സ്ക്വയറിൽ പാട്ടക്കസേരയിൽ ഇരുന്നത് പോലെ ആകരുത്, എന്നെ നാറ്റിക്കരുത്. ഇവിടെ ആളില്ല എങ്കിലും, വരാൻ ആളില്ലെങ്കിലും സഹാക്കന്മാരെ മുഴുവൻ വിളിച്ച് സ്റ്റേജ് നിറച്ചിരിക്കണം എന്നുള്ളതാണ് AKG സെന്ററിൽ നിന്ന് പോയ കൽപ്പന എന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് യൂസഫ് അലി ഇക്കയും രവി പിള്ളയും ഒക്കെ ഓടി നടന്ന് സഹാക്കളെ തപ്പിപ്പിടിച്ച്, അതായത് കൂലിക്ക് ഒരു ദിവസം 1000 രൂപയൊക്കെ തരാൻ വന്നിരി എന്നൊക്കെ പറഞ്ഞ ആളുകളെ കൂട്ടുന്ന തിരക്കിലെന്നാണ് കേൾക്കുന്നത്. കാരണം നമുക്കറിയാം, 2017 പോയിട്ട് പ്രവാസികളുടെ ക്ഷേമത്തിനായി എല്ലാം ചെയ്യും, എല്ലാം ചെയ്തു തരും. അവർക്ക് കോളേജുകൾ, മലയാളം സ്കൂളുകൾ, പിന്നെ IT പാർക്കുകൾ, അവർക്ക് പിന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾക്ക് ഹോസ്റ്റൽ സൗകര്യം, വാടക ഇനത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ടൗൺഷിപ്പ് പോലെ, കേരളത്തിന്റെ ഒരു ടൗൺഷിപ്പ് പോലെ എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ, അവരുടെ പെൻഷൻ, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടാണ് പിണറായി അന്ന് പോയി പിന്നെ തെണ്ടിയിട്ട് വന്നു. അന്ന് കൈ അഴിഞ്ഞ് പ്രവാസികൾ സഹായിക്കുകയും ചെയ്തു. പ്രളയം വന്നാലും ഓഖി വന്നാലും കേരളത്തിൽ എന്ത് ദുരന്തം വന്നാലും അവർ ഉണ്ടാക്കുന്ന വരുമാനത്തിൽ നിന്ന്, അവർക്കിപ്പോ 20,000 രൂപ ശമ്പളമാണെങ്കിൽ അതിൽ നിന്ന് ഒരു 2,000 രൂപയെങ്കിലും അവർ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് അയച്ചു കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം കേരളത്തിന്റെ മക്കളാണ്, ഞങ്ങളുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ സഹായിക്കേണ്ടവർ ഞങ്ങളാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അവർ ഇതൊക്കെ ചെയ്തത്. പക്ഷേ അവരോട് തിരിച്ചു കാണിക്കുന്ന നന്ദികേടിന് ഇത്തവണ അവർ ഉറപ്പിച്ചു തന്നെയാണ് മറുപടി നൽകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബഹ്റിലെ പരിപാടി വമ്പിച്ച വിജയമാണെന്ന് കാണിക്കാനുള്ള മുൻകൂട്ടി തയ്യാറാക്കിയുള്ള പ്ലാനാണ് ഇതൊക്കെ എന്നുള്ള ആക്ഷേപം വരുന്നുണ്ട്. മുഴുവൻ പ്രവാസികളുടെയും ക്ഷേമം അന്വേഷിക്കാനൊന്നുമല്ല, CPM അനുകൂല പ്രവാസി സംഗമത്തിനാണ് മുഖ്യമന്ത്രി പോയതെന്ന് പ്രവാസി ഗ്രൂപ്പുകൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. സമാജം ഓഡിറ്റോറിയത്തിനടുത്താണ് മുഖ്യമന്ത്രിയുടെ കൂറ്റൻ കട്ടൗട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. പ്രവാസികൾക്കിടയിലെ ആവേശം വർദ്ധിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ കട്ടൗട്ട് ഗൾഫ് ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് പൊതു അഭിപ്രായം. 8 വർഷത്തിന് ശേഷമാണ് കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി ബഹ്റിൻ സന്ദർശിക്കുന്നത് എന്നുള്ള
ഒരു പിന്നെ എന്നതൊരു വിശേഷണം കൂടിയാണ്. ഇടത് സൈബർ ഗ്രൂപ്പുകൾ അങ്ങനെ പൊലിപ്പിക്കുകയാണ്. കട്ടൗട്ട് മുഖ്യമന്ത്രിയുടെ രാജകീയ പോക്കുമൊക്കെ ബഹ്റിനിലും പിണറായി വിജയൻ തന്നെയാണ് രാജാവ്, ബഹ്റിലെ രാജാവൊക്കെ ഇങ്ങോട്ട് മാറുന്നില്ല, ഞങ്ങളുടെ രാജാവ് എഴുന്നള്ളുന്നു എന്നുള്ള ഒരു പ്രതീതിയാണ് ഉണ്ടാവുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ അവിടുത്തെ 7 അയലത്തെ പ്രവാസികൾ പിന്നെ മുഖ്യമന്ത്രി അടുപ്പിക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷേ യൂസഫ് അലി, രവി പിള്ളை മാത്രമല്ല പ്രവാസികൾ എന്ന് വിജയനോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്ന് ട്രോളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏതെല്ലാം രാജ്യത്ത് കിടന്ന് കേരളത്തിലെ ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. അപ്പോഴാണ് ലോക കേരള സഭ നടത്തി പ്രവാസികളെ പച്ചയ്ക്ക് വഞ്ചിക്കുന്നത്. ഇപ്പോൾ പോയിരിക്കുന്നത് കയ്യിൽ തുട്ടുള്ളവരെ കാണാൻ തന്നെയാണ്. ഈ സർക്കാർ ആരെയാണ് പറ്റിക്കാൻ നോക്കുന്നത്? നിങ്ങൾ ചെയ്യുന്നത് കേരളം കാണുന്നില്ല എന്നാണോ? മലയാളികൾ അറിയുന്നില്ല എന്നാണോ? കേരളത്തിന്റെ ക്ഷേമം, വികസനം, പ്രവാസി ക്ഷേമം എന്നൊക്കെ പറഞ്ഞ് എത്ര കാലം ഇങ്ങനെ ആളുകളെ പറ്റിക്കും? പറ്റിപ്പ് മനസ്സിലായത് കൊണ്ട് പ്രവാസികൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. പരിപാടിയിൽ മുഖ്യമന്ത്രിയോടൊപ്പം മന്ത്രി സജി ചെറിയാൻ, നോർക്കെ ചെയർമാൻ എന്നിവരൊക്കെ ഉണ്ട്. എന്തായാലും ബഹ്റൈൻ സന്ദർശനത്തിന് ശേഷം വീണ്ടും കേരളത്തിൽ വരും. കേരളത്തിൽ വന്നിട്ട് പിന്നെയും തിരിച്ചു പോകും. അതായത് വിമാന കമ്പനികൾക്ക് വലിയ രീതിയിലുള്ള പിന്നെ വരുമാനമാണ് മുഖ്യമന്ത്രി ഇതിലൂടെ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് പ്രവാസികൾ പറയുന്നത് കമിഴ്ന്ന് വീണാൽ കാൽപ്പണം, എങ്ങനെയും പണം അടിക്കണം, അതാണ് മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം. വാഗ്ദാനങ്ങൾ മൈക്കിലൂടെ പ്രസംഗിക്കാനും കടലാസുകൾ അടിച്ച് വിതരണം ചെയ്യാനും മാത്രമേ ഉള്ളൂ. ഇലക്ഷൻ അടിക്കുമ്പോൾ പൊടി തട്ടി എടുക്കാനും മാത്രമുള്ളതാണ് പ്രവാസി ക്ഷേമം. ഇത് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ്. ഇതിനനുസരിച്ച് ഒരുപാട് കമന്റുകൾ പിണറായി വിജയനെതിരെ വരുന്നുണ്ട്. അതിൽ ചിലത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ചിലത് പ്രേക്ഷകർക്കായി ഒന്ന് വായിക്കാം. ഇവിടെ കട്ടത് അവിടെ മുക്കാൻ പോയതാണ്, കൊള്ളത്തലവൻ എന്നുള്ള അതിരുവിട്ടു പോകുന്ന ചില കമന്റുകൾ. അടുത്ത കമന്റ്, ഇതെന്തായാലും നന്നായി, ഇവിടെ കട്ടതും കൊള്ളയടിച്ചതും മതിയാവാതെ അവിടെയും പിച്ചെടുക്കാൻ പോയിരിക്കുന്നു. അവിടെ പാർട്ടിക്കാരെ തമ്മിലടുപ്പിച്ച് കൊലയ്ക്ക് കൊടുത്തിട്ട് പര്യടനത്തിന് പോയിരിക്കുകയാണ്. മാത്രമല്ല അവരിൽ കുറെ അയ്യപ്പ ഭക്തരും കാണും. CPIM മുക്കൽ പാർട്ടി എന്ന് എല്ലാവർക്കും മനസ്സിലായി. പോരാതെ പ്രവാസികൾ മനസ്സിലായി, തരികിട എപ്പോഴും ചെലവാകില്ല. അയ്യപ്പസ്വാമി അങ്ങ് ബഹറിലും പണി കൊടുത്തു എന്നാണ് മറ്റു ചില കമന്റുകൾ. അയ്യപ്പസ്വാമിയോട് കളിച്ചാൽ അവസാനം ആരായാലും അനുഭവിക്കും, ഇങ്ങനെയായിരുന്നു മറ്റൊരു കമന്റ്. അതായത് ഈ അടുത്ത കാലത്തായിട്ട് പിണറായി വിജയന് നേരെ എന്ത് പ്രശ്നം വന്നാലും അത് അയ്യപ്പൻ കൊടുത്ത പണികൾ എന്നാണ് ഒരു കൂട്ടം വിശ്വാസികൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത്. ഉടായിപ്പുകളൊന്നും യേശുന്നില്ലല്ലോ കാറൽ മാർക്സ് മുത്തപ്പ, ഇങ്ങനെയായിരുന്നു മറ്റൊരു കമന്റ്. ഈ വാർത്തയ്ക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് വളരെ പിണറായി വിജയനെ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള നല്ല ശുദ്ധ മലയാള ഭാഷയിലുള്ള തെറികൾ ഉൾപ്പെടെയുള്ള കമന്റുകളാണ്. അതായത് അഴിമതി നിറഞ്ഞ ഭരണം ജനം എതിർത്തു തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് അവർ പ്രതിഷേധിച്ച് കമന്റ് ഇടുന്നു. കേരളം നിന്ന് കത്തുമ്പോൾ തന്നെയാണ് പിണറായി വിജയൻ വിദേശത്തേക്ക് കടന്നത്. ശബരിമല വിവാദവും മകന് വന്ന ED സമൻസും ഷാഫിയുടെ മൂക്ക് തല്ലിപ്പൊട്ടിച്ചതും അങ്ങനെ കേരളത്തിൽ പ്രതിഷേധത്തിന്റെ വേലിയേറ്റമാണ്. ഇതിലൊന്നും ഒരു അക്ഷരം പ്രതികരിക്കാതെ വിദേശത്ത് പോയി പ്രവാസികളുടെ ക്ഷേമം അന്വേഷിച്ചിട്ട് വരാമെന്ന് കേരളത്തിലുള്ളവരുടെ ക്ഷേമം നോക്കാതെ പോകുന്ന മനുഷ്യനാണ് പ്രവാസി മലയാളികളെ സംരക്ഷിക്കുമെന്ന് വച്ചലക്കുന്നത്. തരുന്നതെല്ലാം പൊള്ളയായ വാഗ്ദാനങ്ങളാണെന്ന് ബോധ്യപ്പെട്ട പ്രവാസികൾ ശക്തമായി നടപടി സ്വീകരിച്ചു. ഇതുവരെ നൽകിയ വാഗ്ദാനം പാലിച്ചിട്ട് വരൂ, എന്നിട്ടാകാം അടുത്ത വാഗ്ദാന പട്ടിക എന്ന് പ്രവാസികൾ തുറന്നടിച്ചു. ഇതോടുകൂടി തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ് പിണറായി വിജയനും സഹാക്കളും. ആളെ കൂട്ടാനുള്ള തിരക്ക്, പ്രവാസികളുടെ നാറ്റിച്ചു വിടല്, പണം നൽകില്ല എന്നുള്ള അവരുടെ കൂട്ട തീരുമാനം, ഇതെല്ലാം പിണറായിയെ സത്യത്തിൽ എന്തിനാണ് താൻ ബഹറിലേക്ക് പോകാൻ ഒരു തീരുമാനം എടുത്തത് എന്നുള്ളത് വീണ്ടും ചിന്തിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്.